ഫ്രാൻസിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാകുന്നു. വോട്ടെടുപ്പില്ലാതെ ബജറ്റ് ബിൽ പാസാക്കാനുള്ള നീക്കമാണ് പ്രതിഷേധങ്ങൾ വിളിച്ചുവരുത്തിയത്. പ്രധാനമന്ത്രി മിഷേൽ ബേണിയർക്കെതിരെ ഇടതുപക്ഷ പാർട്ടികളും തീവ്ര വലതുപക്ഷ വിഭാഗവും സംയുക്തമായി അവിശ്വാസ പ്രമേയ നീക്കം ആരംഭിച്ചു. പാർലമെന്റിൽ വോട്ടെടുപ്പ് നടത്താതെ ബജറ്റ് പാസ്സാകാനുള്ള നീക്കമാണ് പ്രതിഷേധത്തിന് വഴിവെച്ചത്. ബിൽ പാസ്സാകാനുള്ള സാധ്യത കുറവെന്ന് കണ്ടതിനെ തുടർന്ന് പ്രധാനമന്ത്രി മിഷേൽ ബേണിയർ വോട്ടെടുപ്പില്ലാതെ പാസ്സാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഫ്രഞ്ച് ഭരണഘടനയിലെ 49ാം അനുച്ഛേദത്തിൽ ഇത്തരം നീക്കത്തിന് സാധുതയും നൽകുന്നുണ്ട്. എന്നാൽ തീവ്ര വലതുപക്ഷ വിഭാഗവും ഇടതുപക്ഷവും നീക്കത്തെ എതിർത്തു. സംയുക്തമായി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു. ബുധനാഴ്ച അവിശ്വാസം ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫ്രാൻസിനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള നീക്കമാണ് അവിശ്വാസ പ്രമേയമെന്ന നിലപാടാണ് തീവ്ര വലതുപക്ഷ നേതാവ് ലീ പെന്നിൻ്റേത്. നാളെ നടക്കാനിരിക്കുന്ന ചർച്ചയിൽ 289 വോട്ട് ലഭിച്ചാൽ അവിശ്വാസ പ്രമേയം പാസ്സാകുകയും ചെയ്യും. അത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ബേണിയർ ഏറ്റവും കുറഞ്ഞ കാലം പദവിയിലിരുന്ന പ്രധാനമന്ത്രിയായി മാറും. 1962 ശേഷം ഇതുവരെ ഫ്രാൻസിൽ അവിശ്വാസ പ്രമേയങ്ങളൊന്നും പാസ്സായിട്ടുമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.